ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് അംബ്രല്ല കട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. കുർത്തി ടോപ്പ് പാർട്ടിനും സ്ലീവിനും വേണ്ടി ഞാനിവിടെ 1 മീറ്റർ ഷിഫോൺ പ്രിൻറ്റഡ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. ഇനി സ്കേർട്ട് പാർട്ട് ചെയ്യാൻ 2 മീറ്റർ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലും പിന്നെ ടോട്ടൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് 3 മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഇനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ലൈനിങ്ങിൽ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. തുണി ഇതുപോലെ 4 ആയി മടക്കിയിട്ട ശേഷം ഷോൾഡർ വിഡ്ത്ത് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിലാണ് ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോൾ ലെങ്ത്തും ഞാനിവിടെ 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിന്റുകൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 11 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 15 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് 10 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 2 പോയിന്റുകളും തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്തതിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ താഴെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ലൈനിലൂടെ നമ്മുടെ ലൈനിങ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൽ തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സുകളൊന്ന് ജോയിൻ ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. ഇനി ടാപ്പ് ഇതുപോലെ കോർണറിൽ വെച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലൂടെ റൗണ്ടിൽ നെക്ക് വരച്ചെടുക്കാം. ബാക്ക് നെക്കും ഇതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് ടോപ്പ് പാർട്ട് നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതുപോലെ പ്രിൻറ്റഡ് മെറ്റീരിയലിൽ വെച്ചിട്ട് ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കോണോട് കോണായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം. ഇനി ഈ മടക്കി വെച്ച തുണിയുടെ മേലെ നമ്മുടെ ടോപ്പ് പാർട്ട് വെച്ചിട്ട് വേസ്റ്റ് വിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബോട്ടം പാർട്ടിന് വേണ്ട ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 28.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടാപ്പ് ഇതുപോലെ മാറ്റി മാറ്റി വെച്ചിട്ട് വേണം ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ പോയിൻറ്റ്സുകൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ 2 ലൈനിലൂടെ നമ്മുടെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ സ്കേർട്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പാർട്ടും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കണം. ലൈനിങ് നമ്മൾ അംബ്രല്ല ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ A ലൈൻ ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് തുണി ഇതുപോലെ ആദ്യം 4ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടോപ്പ് പാർട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മെയിൻ ഫാബ്രിക്കിനെടുത്ത ലെങ്ത്തിൽ നിന്ന് ഒരു 2 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തിട്ട് വേണം ലൈനിങ്ങിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 26 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴെ വരുന്ന വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 17 ഇഞ്ചിലാണ് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ 2 പോയിന്റുകളും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് ലൈനിങ്ങും ബാക്ക് ലൈനിങ്ങും ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാൻ ഇതുപോലെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ആം ഹോൾ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ചിലാണ് ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 15 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ വിഡ്ത്ത് ഇവിടെ 5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 2 സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് വെച്ച് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ലൈനിങ് ഒന്ന് ഇതുപോലെ തുണിയുടെ നല്ല വശത്ത് കറക്റ്റായി വെച്ച ശേഷം ലൈനിങ്ങിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ച് തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
എന്നിട്ട് നെക്കൊന്ന് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. ഇതുപോലെ ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടും അതിൻ്റെ ലൈനിങ്ങും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ലൈനിങ് ഇതുപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് ബേസ് പോർഷനിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് സ്കേർട്ട് പാർട്ടും ബാക്ക് സ്കേർട്ട് പാർട്ടും ഒരുപോലെ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശത്ത് ടോപ്പ് പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ടോപ്പ് പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പാർട്ടിൻ്റെയും ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് തുണിയുടെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പ് പാർട്ടിൽ ഒന്ന് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് സ്ലീവ് ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവ് ഞാനിവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിലൊരു ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ചും ലെങ്ത്ത് വന്നിട്ട് 12 ഇഞ്ചും ആണ്. ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കി സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ അറ്റം മുതൽ നമ്മുടെ വേസ്റ്റ് പോർഷൻ വരെ 1 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഉള്ളിലുള്ള പീസ് തുണികൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം ലൈനിങ് ജോയിൻ ചെയ്യാൻ. നമ്മൾ രണ്ടും ലൈനിങ്ങും മെറ്റീരിയലും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെടുക്കുന്നത്. സ്കേർട്ട് പാർട്ട് നമ്മൾ ജോയിൻ ചെയ്ത ശേഷം കുർത്തയുടെ അടിവശം വന്നിട്ട് സ്കേർട്ട് പാർട്ടും ലൈനിങ് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്